Hello everyone. So welcome to another chemistry session. So we were discussing the unit compounds of non-metals, right? നമ്മൾ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ യൂണിറ്റിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ്. ഓക്കെ, ടോപ്പിക് സൾഫ്യൂരിക് ആസിഡ്, കിങ് ഓഫ് കെമിക്കൽസ്. സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്നാണ്, അല്ലെ? നോൺ മെറ്റലുകളുടെ കോമ്പൗണ്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ആദ്യം നമ്മൾ അമോണിയനെ കുറിച്ച് പഠിച്ചു. അമോണിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോൺ മെറ്റലായ നൈട്രജന്റെ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ സൾഫർ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റലിന്റെ കോമ്പൗണ്ടായ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക? കോണ്ടാക്ട് പ്രോസസ് എന്നാണ് പറയുക. നമ്മൾ അമോണിയയുടെ ഹേബർ പ്രോസസ്സും അതുപോലെ തന്നെ മറ്റ് പ്രോസസ്സൊക്കെ പഠിച്ച പോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് കോണ്ടാക്ട് പ്രോസസ്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യും, അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് അതിന്റെ കുറച്ച് യൂസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഇതോടുകൂടി നമ്മുടെ 5th ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ചാപ്റ്റർ. ഓക്കെ, so our next topic, sulfuric acid. Okay, sulfuric acid is known as the king of chemicals. അപ്പൊ എന്താണ് കിങ് ഓഫ് കെമിക്കൽസ്? ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. അതാണ് നമ്മുടെ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് കെമിക്കൽ ഫോർമുല എന്താണ്? H2SO4. അറിയാവുന്ന കാര്യമാണ് അല്ലെ? സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ്. ഓക്കെ, വെറുതെ ഒന്നുകൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. നൗ അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഫസ്റ്റ് വൺ എന്താണ്? ഫോർ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വാക്കാണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ എന്നൊക്കെ പറയാം. ഓക്കെ, ഈർപ്പത്തിനെ അല്ലെങ്കിൽ വെള്ളത്തിനെ ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡീഹൈഡ്രേഷൻ എന്ന് വിളിക്കുക. അത് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പുതിയ ടേം ആയിരിക്കാം. ദെൻ അടുത്തത് മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സ് അറിയാലോ, വളങ്ങൾ. 2 ടൈപ്പ് ഉണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാനായിട്ട് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റിഫൈനിങ് ഓഫ് പെട്രോളിയം. എന്താണ്? പെട്രോളിയം റിഫൈൻ ചെയ്യാനായിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മാനുഫാക്ചർ ഓഫ് പെയിന്റ്സ്. പെയിന്റ് നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മാനുഫാക്ചേഴ്സ് ഓഫ് ഫൈബേഴ്സ് നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചർ ഓഫ് എക്സ്പ്ലോസീവ്സ്. എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടക്കങ്ങൾ പോലുള്ള പൊട്ടുന്ന സാധനങ്ങൾ, അതിന്റെ നിർമ്മാണത്തിനായിട്ട് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ മാനുഫാക്ചർ ഓഫ് അതർ കെമിക്കൽസ്. മറ്റുള്ള കെമിക്കൽസ് നിർമ്മിക്കാനായിട്ടും ആരെ യൂസ് ചെയ്യുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് കെമിക്കൽ ഫോർമുല H2SO4, നോൺ ആസ് ദ കിങ് ഓഫ് കെമിക്കൽസ്. ദെൻ പിന്നെ അതിന്റെ യൂസസ്. ഓക്കെ അല്ലേ? സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. യെസ്, എന്താണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് നോൺ ആസ് കോണ്ടാക്ട് പ്രോസസ്. ഓക്കെ, കോണ്ടാക്ട് പ്രോസസ്. നമുക്ക് എന്താണ് അതിനകത്ത് സ്റ്റെപ്പുകൾ നോക്കാം. അതായത് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. നമ്മുടെ സൾഫർ ഇല്ലേ, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കേണ്ടത് തുടക്കം ഇവിടുത്തെ എന്തായാലും സൾഫറിൽ നിന്നായിരിക്കും അല്ലെ? ഈ സൾഫർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകും. S+O2 gives SO2. സിമ്പിൾ റിയാക്ഷൻ അല്ലേ? ഈ ഉണ്ടാവുന്ന SO2 വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാവും, SO3. ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലല്ലോടാ. അപ്പൊ എന്ത് വേണം? ബാലൻസ് ചെയ്യും. 2SO2 + O2 gives 2SO3. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം സൾഫർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് സൾഫർ ഡയോക്സൈഡ് ഉണ്ടായി. ഈ ഉണ്ടായ സൾഫർ ഡയോക്സൈഡ് വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടായി. ആൻഡ് ഇതിനകത്തൊരു കാറ്റലിസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കും. അതാണ് V2O5 അല്ലെങ്കിൽ വനേഡിയം പെൻഡോക്സൈഡ്. V2O5 അല്ലെങ്കിൽ വനേഡിയം പെൻഡോക്സൈഡ്. ഇതാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പില് ഈ ഉണ്ടായ സൾഫർ ട്രയോക്സൈഡ് 2SO3നെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡില് H2SO4 ഇട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം കിട്ടും, H2S2O7. ആരാണ്? H2S2O7. ഇയാളെ വിളിക്കുന്ന പേരാണ് ഒലിയം. ഓക്കെ, അപ്പൊ ആദ്യം സൾഫറും ഓക്സിജനും കമ്പൈൻ ചെയ്ത് SO2 ഉണ്ടായി. ദെൻ ഈ SO2 ഓക്സിജനുമായിട്ട് വനേഡിയം പെൻഡോക്സൈഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്തപ്പോൾ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടായി. സൾഫർ ട്രയോക്സൈഡ് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഒലിയം കിട്ടി. ആൻഡ് ഈ ഒലിയത്തിനെ
ഈ H2S2O7 എന്ന് പറയുന്ന ഈ ഒലിയത്തിനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H2SO4 സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ബാലൻസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. ഇത്ര സ്റ്റെപ്സേ ഉള്ളൂ. നമുക്ക് ഓരോന്നിന്റെയും സ്റ്റേജസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, എന്താണ്? Sulfur is burnt in oxygen to produce sulfur dioxide. S plus O2 gives SO2. SO2 thus formed is allowed to combine with oxygen in the presence of vanadium pentoxide as catalyst to produce sulfur trioxide. ആ ഉണ്ടായ SO2 എന്താണ്? വീണ്ടും ഓക്സിജനുമായിട്ട് വനേഡിയം പെൻഡോക്സൈഡിന്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സൾഫർ ട്രയോക്സൈഡ് കിട്ടും. Then sulfur trioxide is now dissolved in concentrated sulfuric acid. ഈ ഉണ്ടായ സൾഫർ ട്രയോക്സൈഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? H2S2O7 ഒലിയം കിട്ടും. ആൻഡ് ദ പ്രോഡക്റ്റ് ദസ് ഫോംഡ് ഈസ് നോൺ ആസ് ഒലിയം. ഈ ഉണ്ടായ പ്രൊഡക്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഒലിയം എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസോൾവിംഗ് ഒലിയം ഇൻ വാട്ടർ. ഈ ഉണ്ടായ ഒലിയത്തിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? കോണ്ടാക്ട് പ്രോസസ് സിമ്പിൾ അല്ലേ? ഇത് നമുക്ക് +2 പഠിക്കാനുള്ളതാണ്. +2 പഠിക്കാനുള്ളതാണ് ഈ കോണ്ടാക്ട് പ്രോസസ്സ്. ഓക്കെ, now we can move on to the next slide. അടുത്ത എന്താന്ന് നോക്കാം. യെസ്, അടുത്തത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. എന്താണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി കളർലെസ്, കളറില്ല. സെക്കൻഡ് വൺ കമ്പാരിറ്റീവ്ലി ഹൈ വിസ്കോസിറ്റി, വിസ്കോസിറ്റി കൂടുതലാണ്. വിസ്കോസിറ്റി എന്താണെന്ന് 9th ഫിസിക്സിൽ പഠിച്ച ആൾക്കാരാണ്, സോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സൾഫ്യൂരിക് ആസിഡിന്റെ വിസ്കോസിറ്റി കൂടുതലാണ്. ദെൻ ഹൈലി കൊറോസീവ്, കൊറോഷൻ എന്താണെന്ന് പഠിച്ചതാണ്. എന്താണ് കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തുരുമ്പെടുക്കലാണ്. സോ സൾഫ്യൂരിക് ആസിഡ് ഇസ് ഹൈലി കൊറോസീവ്. ദെൻ നാലാമത്തെ ഡെൻസർ ദാൻ വാട്ടർ, വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? കളർലെസ്, കളറില്ല. കമ്പാരിറ്റീവ്ലി ഹൈ വിസ്കോസിറ്റി, വിസ്കോസിറ്റി കൂടുതലാണ്. ഹൈലി കൊറോസീവ്, കൊറോസീവ് ആണ്. ദെൻ ഡെൻസർ ദാൻ വാട്ടർ, വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. ആൻഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, വെള്ളത്തില് ഡിസോൾവ് ചെയ്യും. ഓക്കെ, നൗ അടുത്തെന്താന്ന് നോക്കാം. അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ 6 പോയിന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു. ഈ പറയാനുള്ളത് കെമിക്കൽ പ്രോപ്പർട്ടി ആണ്. യെസ്, എന്താന്ന് നോക്കാം. വൈൽ ഡൈല്യൂട്ടിങ് സൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ, ഡൈല്യൂട്ട് ചെയ്യാൻ നമുക്കിപ്പോ ചിന്തിക്കാം. ഡൈല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചേർക്കലാണ്. അപ്പൊ നമുക്ക് 2 രീതിയിൽ വെള്ളം ചേർക്കാം അല്ലെ? ഒന്നെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്തെടുക്കണം? ആസിഡ് എടുത്തു വെച്ചിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ വെള്ളം എടുത്തു വെച്ചിട്ട് അതിനകത്തേക്ക് ആസിഡ് അല്ലെങ്കിൽ സേ H2SO4 അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഏത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്? വൈൽ ഡൈല്യൂട്ടിങ് സൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഡൈല്യൂട്ട് ചെയ്യുന്ന കേസിൽ ആസിഡ് ഷുഡ് ബി ആഡഡ് ടു വാട്ടർ. ഇതാണ് ആസിഡ് ഷുഡ് ബി ആഡഡ് ടു വാട്ടർ. ഇതാണ് കറക്റ്റ് വൺ. അല്ലേ? H2SO4 ആണ് വെള്ളത്തിലേക്ക് ഒഴിക്കേണ്ടത്, അല്ലാണ്ട് വെള്ളം എടുത്ത് ആസിഡിലേക്ക് ഒഴിക്കരുത്. ഇഫ് വാട്ടർ ഈസ് ആഡ് എന്നാണ് പറയുന്നത്. ഇഫ് വാട്ടർ ഈസ് ആഡഡ് ടു ദ ആസിഡ്, വെള്ളം നമ്മൾ ആസിഡിലേക്ക് ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സ്പേർട്ടിങ് ആൻഡ് മേ കോസ് ബേൺസ് ടു യുവർ ബോഡി. അത് നമ്മുടെ മേത്തേക്ക് തെറിച്ച് പൊള്ളലേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? ദ റിയാക്ഷൻ ഇസ് ഹൈലി എക്സോതെർമിക്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിലീസസ് ഹീറ്റ് അല്ലെ? ചൂട് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻസ് ആണ് എക്സോതെർമിക്. അപ്പോ നമ്മൾ വെള്ളം എടുത്ത് ആസിഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ മേത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞത്. ഓക്കെ, നൗ അടുത്ത എന്താണ്? ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. ഞാൻ പറഞ്ഞു ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ എന്നൊരു സിമ്പിൾ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? റിമൂവൽ ഓഫ് മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ, അതാണ് ഡീഹൈഡ്രേഷൻ. എന്താ നോക്കാം. ടേക്ക് സം ഷുഗർ ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് ഷുഗർ എടുക്കുക ആൻഡ് അതിനകത്തേക്ക് 1-2 കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ ഡ്രോപ്സ് ഒഴിക്കുക. എന്താണ്? ഇറ്റ് ട്രാൻസ്ഫോംസ് ടു കാർബൺ, അത് കാർബണിലേക്ക് മാറും അല്ലെ? എങ്ങനെയാണ്? ഷുഗർ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഫോർമുല ഇസ് C12H22O11. ഇതാണ് C12H22O11 ആണ് ഷുഗർ.
ഇതിനകത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കാർബൺ മാത്രവും 12 കാർബൺ, ബാക്കി H2O 11 H2O. അതായത് ഈ ഷുഗറിൽ നിന്ന് വാട്ടറിനെ ആര് വലിച്ചെടുക്കും? H2SO4 വലിച്ചെടുക്കും അല്ലേ? C12H22O11ലേക്ക് നമ്മൾ H2SO4 വെച്ച് കഴിഞ്ഞാൽ 12 കാർബണും ബാക്കി 11 H2Oയുമായിട്ട് മാറും. അതായത് ഈ ഷുഗറിൽ നിന്ന് വാട്ടറിനെ ആര് അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ആര് വലിച്ചെടുക്കും? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കും. ഇതാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡീഹൈഡ്രേഷൻ? നേച്ചറിന്റെ എക്സാമ്പിൾ, ടേക്ക് സം ഷുഗർ ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ട്രാൻസ്ഫോംസ് ടു കാർബൺ. കാർബൺ മാത്രം വാട്ടറിനെ ആര് അബ്സോർബ് ചെയ്യും? H2SO4 അബ്സോർബ് ചെയ്യും. ഇറ്റ് അബ്സോർബ്സ് ദ കെമിക്കലി കമ്പൈൻഡ് വാട്ടർ ഫ്രം ഷുഗർ. ഇതാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. Then this process is called dehydration. Okay, വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഹൈഡ്രേഷൻ. Then ഒരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. നോക്കാം, ആഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു എ വാച്ച് ഗ്ലാസ് ഇൻ വിച്ച് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ആർ ടേക്കൺ. അതായത് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് എടുത്തിരിക്കുന്ന ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. ഇറ്റ്സ് ബ്ലൂ കളർ ഡിസപ്പിയേഴ്സ്. അതിന്റെ ബ്ലൂ കളർ നഷ്ടപ്പെടും. ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ഡീഹൈഡ്രേഷൻ. ഇതും ഡീഹൈഡ്രേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഡീഹൈഡ്രേഷൻ മൊത്തം 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ എന്തായിരുന്നു? ഒന്നാമത്തെ പറഞ്ഞത് ഷുഗറിലേക്ക് ആസിഡ് ഒഴിക്കുക. രണ്ടാമത്തെ കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ ബ്ലൂ കളർ ഡിസപ്പിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് നേച്ചർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടു. നൗ ഞാൻ അടുത്തത് ഡ്രൈയിങ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ ഡ്രൈയിങ് നേച്ചർ എന്താന്ന് നോക്കാം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജന്റ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ? ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ, സൾഫർ ഡയോക്സൈഡ് ആൻഡ് HCl. ക്ലോറിൻ Cl2, then sulfur dioxide SO2 and HCl ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇതിന്റെയൊക്കെ പ്രിപ്പറേഷനിൽ എന്താണ്? H2SO4നെ നമ്മളൊരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഡ്രൈയിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡ്രൈയിങ് ഏജന്റ്സ് ആർ സബ്സ്റ്റൻസസ് കേപ്പബിൾ ഓഫ് അബ്സോർബിങ് ദ മോയ്സ്ചർ പ്രസന്റ് ഇൻ. ആ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡ്രൈയിങ് ഏജന്റ് വിളിക്കുക. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ക്ലോറിന്റെയും സൾഫർ ഡയോക്സൈഡിന്റെയും ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഒക്കെ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിൽ പ്രിപ്പറേഷനിൽ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഡ്രൈയിങ് നേച്ചറിൽ പറഞ്ഞ കാര്യം. ആൻഡ് അടുത്തെന്താ നോക്കാം. യെസ്, ദാറ്റ്സ് ഓൾ വിത്ത് ദിസ് ചാപ്റ്റർ. നമ്മുടെ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് ചാപ്റ്ററോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ലോഡ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The industrial production of sulfuric acid. The industrial production of sulfuric acid is known as contact process, Haber process, Ostwald process. Answer is contact process. അറിയാലോ. And Haber process എന്താ? ഈ ടേം നമുക്ക് ഫെമിലിയർ ആണ്. എന്താണ് Haber process? N2 plus 3H2 reversibly gives 2NH3. Haber process, അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഓക്കെ, ഇതും ചോദിക്കാം. Industrial production of ammonia is known as Haber process. Now, second question, which catalyst is used during the industrial production of sulfuric acid? ഇന്ന് പറഞ്ഞ ടോപ്പിക് ആണ്. സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ്. എന്താണ്? വനേഡിയം പെൻഡോക്സൈഡ്. Chemical formula, it's V2O5. Then write in the 3 uses of sulfuric acid. അറിയാലോ. Now, fourth one, write the chemical formula of sugar. എന്താണ്? C12H22O11. Then take 20 gram glucose powder in a watch glass and add a few drops of concentrated H2SO4 in it. Write your observation. 20 gram glucose എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഷുഗർ തന്നെയാണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അവിടെ ഡീഹൈഡ്രേഷൻ നടക്കും അല്ലെ? എന്താണ്? ഡീഹൈഡ്രേഷൻ നടക്കും. ഇക്വേഷൻ എങ്ങനെ വരും? ഷുഗറിലേക്ക് നമ്മൾ H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 കാർബൺ മാത്രമാകും. ആൻഡ് ഒരു 11 വാട്ടർ മോളിക്യൂളിനെ ആര് അബ്സോർബ് ചെയ്യും? സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ചെയ്യും എന്ന് പറഞ്ഞ കാര്യം. So that's all for today. Thank you.